എനിക്ക് തോന്നുന്നു വേൾഡ് റെക്കോർഡ് തന്നെ കിട്ടുമെന്ന്. എന്താ പറയാൻ, അതെന്തൊരു പോക്കാന്നറിയാമോ? അങ്ങ് പോവുക, മേലോട്ടങ്ങ് പോവുക. ഭയങ്കര ഹൈറ്റ്. ഞാൻ ഇതുവരെ ഇത്രയും ഹൈറ്റിൽ ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. ഞാൻ നിറയെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗാർഡൻ വീഡിയോ ആണല്ലോ എല്ലാം ഇടുന്നത്. ഞാൻ സൂര്യകാന്തി കുറേ നട്ടിട്ടുണ്ട്. ഒരിടത്ത് ഞാൻ കുറച്ച് പാകിയിട്ടായിരുന്നു. പാകിയിട്ടിട്ട് ഒരെണ്ണം പോലും കിളിച്ചില്ല. ഇനി കിളിച്ചത് കിളി തിന്നിട്ട് പോയതാണെന്നൊന്നും അറിയത്തില്ല. ഒടുവിൽ ഞാൻ വേറൊരു ചട്ടിയിലിട്ട് അത് കിളിച്ച് അതിപ്പോൾ പൂ വന്ന് ഒത്തിരി കഴിഞ്ഞപ്പോൾ നമ്മുടെ പച്ചക്കറികൾക്കിടയിൽ ഒരു തൈ വളർന്നു വരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ സൂര്യകാന്തി. അപ്പോൾ അതിന് പറിച്ച് കളയാൻ നിന്നില്ല ഞാൻ. ചെറിയ വന്നോട്ടെന്ന് വിചാരിച്ചു. എൻ്റെ മക്കളെ അതെന്തോ പറയാനാ, അതങ്ങ് പോവുക. അതിനെക്കാട്ടി പിന്നെ നട്ടതെല്ലാം പൂ വന്നു. ഇത് അതിനൊക്കെ മുമ്പ് വന്നതാ. ഇതുവരെ അത് പൂ വന്നിട്ടില്ല. അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ആ തടിയുടെ, അത് ചെടിയല്ലിത്, മരമെന്ന് തന്നെ പറയണം, അത്രയും വലിപ്പമുണ്ട്. ഇപ്പോഴാണ് അതൊരു മൊട്ട് ഇങ്ങനെ ചെറുതായിട്ട് വിരിയാനല്ല, മൊട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അത്രയും വലിയ മരം ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. ഇത്രയും വലിയൊരു സൂര്യകാന്തി ചെടി കേട്ടോ. ചെടിയെന്ന് പറയാനൊക്കത്തില്ല, മരമാണ്. കാണിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇത് കണ്ടോ, തടിയുടെ വണ്ണം, തടിയാണ് ഭയങ്കര വണ്ണം കേട്ടോ. ഇത് ഇവിടുന്ന് തുടങ്ങുന്നുണ്ടേ. ഇവിടെ ഞാൻ പാകി വെച്ചത് ഇവിടുന്ന് കിളിച്ചത് ഇങ്ങനെ വന്ന് എന്തോരം വലിപ്പമാന്ന് നോക്ക്. കണ്ടോ, ഞാൻ ഊന്ന് കൊടുത്ത് കെട്ടി വെച്ചു. കാര്യം അങ്ങ് പെടന്ന് പോവാം. ഹൈറ്റ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടല്ലോ, എത്രയും വലിപ്പം ഉണ്ടെന്ന് നോക്ക്. ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൽ മുട്ടാറായി. അത്രയും ഉണ്ടത്. എന്തൊരു പോക്കാൻ നോക്കണ്ട, അത്രയും നീളമാണ്. ഇപ്പോഴാണ് ഒരു മുട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനത് ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് നിങ്ങളെ ഞാനിത് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. ഇപ്പോൾ ആ മരം നിൽക്കുന്നതൊക്കെ മരത്തിൻ്റെ ഹൈറ്റും കഴിയാൻ തുടങ്ങും. അപ്പോൾ അത്രയും വലിപ്പമായി. ഇതൊരു ഹൈറ്റാണ് നോക്കുക. നല്ല വളമാണ് ഞാൻ പച്ചക്കറിക്ക് ഇട്ടതേ. നല്ല ചാണകപ്പൊടിയും കുതിര ചാണകവും ആട്ടും ചാണകം എല്ലാം ഉണ്ടല്ലോ. എല്ലാം കൂട്ട് അത് വലിച്ചങ്ങ് പിടിച്ച് കയറിയെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ഹൈറ്റായിപ്പോയി. ഇതുവരെ എങ്ങ് ഇവിടെ കണ്ടവരൊക്കെ പറഞ്ഞു, യോ ഇതെന്ത് ഇങ്ങനെ പോകുന്നത്, ഇത് എന്ത് മരമാണ്? ഞാൻ പറഞ്ഞു മരമല്ലത്, സൂര്യകാന്തി ചെടിയാണ്. ഞാനിപ്പോൾ നോർമലായിട്ടുള്ള ചെടി നിങ്ങളെ ഞാൻ കാണിക്കാം. ഇവിടെ എല്ലാ വീടുകളിലും സൂര്യകാന്തി വെക്കും. ഞാനും വെച്ചിട്ടുണ്ട്. കുറേ ചട്ടികളുണ്ട്. എല്ലാം പൂ വന്നു. ഇതിനെക്കാട്ടിൽ പിന്നെ വെച്ചത് ഇത് നോക്ക്. ഇപ്പോഴാണ് ഒന്നാനയ്ക്ക് ഒരു മൊട്ട് വരുന്നത്. ശരി, പൂ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ പൂ വിരിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഇത്രയും കാത്ത് നോറ്റിരുന്ന് കിട്ടുന്ന ഈ ചെടി ഇങ്ങനെ പൂവും കൂടി കാണാതിരുന്ന ഭയങ്കര സങ്കടമാകും. അത് കാണണം. അതുവരയ്ക്കും വെയിൽ നിൽക്കണേന്ന് പ്രാർത്ഥിക്കാം മക്കളി കേട്ടോ. ഇത് ശരിക്കുള്ള സൂര്യകാന്തി ഉണ്ടോ? ചെറിയ കമ്പായിട്ട് വന്ന് ഇഷ്ടംപോലെ പൂവായി കണ്ടോ. എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നോക്ക്. എൻ്റെ ഹൈറ്റിനെ വന്നിട്ടുള്ളൂ. എൻ്റെ ഹൈറ്റിൽ ഒരു ഇച്ചിരി കൂടെ വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഈ രണ്ടെണ്ണം മാത്രമേ ഇച്ചിരി കൂടെ ഹൈറ്റിൽ പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ ചെടിയായിട്ട് വന്ന് അങ്ങനെ പൂവായി. പക്ഷേങ്കിൽ ആ ഒരെണ്ണം മാത്രം ഇങ്ങനെ ആയിപ്പോയത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. മനുഷ്യരുടെ കാര്യം പറഞ്ഞു ഭയങ്കര ഹൈറ്റാണ്. ലക്ഷങ്ങളിൽ ഒരുത്തരൊക്കെ കാണൂല എന്ന് പറഞ്ഞ പോലെ അതൊന്നും അത് ഗിന്നസ് റെക്കോർഡ് തന്നെ വാങ്ങിക്കണം ഈ സൺഫ്ലവർ ചെടിക്ക് എന്നാ തോന്നുന്നത് കേട്ടോ. ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നു. ബാക്കിയെല്ലാം മുട്ടും വന്നു. ചെറിയ തൈ ആണെങ്കിൽ പോലും മുട്ടും വന്നിട്ടുണ്ട്. വിരിഞ്ഞത് 4-5 എണ്ണം ഉണ്ട്. വിത്ത് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വിത്ത് എടുത്ത് വെക്കുന്നില്ല. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുക കേട്ടോ. മക്കളുടെ സൺഫ്ലവർ പൂ കണ്ട. നമ്മുടെ ആ വലിയ സൂര്യകാന്തി ചെടി എത്രയായെന്ന് കൂടെ കാണിക്കാം കേട്ടോ. രാക്ഷസ ചെടി കാണണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഒരു വീട്ടിലും കണ്ടിട്ടില്ല ഇത്രയും വലിയ സൂര്യകാന്തി ചെടി. സൂര്യകാന്തി ചെടി എന്ന് പറയാൻ പറ്റില്ല, മരമാണ് കണ്ടോ. ഇത്രയും നാളും പൂ വരാതെ അതിൻ്റെ മണ്ടയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പൂ ഒരു 3 ചപ്പാത്തിയുടെ സൈസ് വലിപ്പമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അത്ര വലിപ്പം തോന്നത്തില്ല. അതെ, നമ്മൾ എത്ര തിരിച്ചു വെച്ചാലും ഇത് പൂ ഫേസ് ചെയ്യുന്ന സൂര്യനെ നോക്കിയായിരിക്കും. ഞാൻ ഇന്നിവിടെ ചട്ടിയിൽ വെച്ചിരിക്കുന്ന പൂക്കൾ ഓരോ ദിവസവും നമ്മൾക്ക് കാണത്തക്ക പോലെ ഫേസ് ചെയ്ത് വെച്ചാലും പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കത്തുള്ളൂ. അതൊരു പ്രത്യേക ഒരു അതിശയം തന്നെ കേട്ടോ. നമ്മളിപ്പോൾ എത്ര തിരിച്ചു വെച്ചാലും ഇത് തിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മൾ നിലത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഭയങ്കര വലിയ മരമാട്ടോ. കണ്ടോ, ഇപ്പുറത്തെ ഒരു മരം നിൽക്കുന്നു, അതിൻ്റെ മേളിൽ പോയി ഇത് കണ്ട. ആ മരം നിൽക്കുന്ന മരത്തിൻ്റെ മേളിൽ പോയി ഈ ചെടി. ഇത് ചെടിയെന്ന് പറയാനൊക്കത്തില്ല, മരമാണ്, രാക്ഷസ ചെടി. ഇത് ഗിന്നസ് റെക്കോർഡിലൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടും. അത് ഏറ്റവും വലിയ ചെടിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിൻ്റെ പൂ കണ്ടോ എന്തൊരു വലിപ്പം നോക്ക്. ഭയങ്കര വലിപ്പം കേട്ടോ. ഭയങ്കര വലിപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പം. നമുക്ക് ഇതിൽ കാണുമ്പോൾ അത്രയും വലിപ്പം നമുക്ക് തോന്നത്തില്ലായിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ ഇവിടെ കുറേ പേര് വന്നു, അവരൊക്കെ ചോദിച്ചു, യോ എന്ത് വലിയ പൂവ്, എന്ത് വലിയ ചെടിയാണ്. അതിൻ്റെ തടിക്ക് ഇവിടെ ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് കഴിഞ്ഞുള്ള സ്ഥലത്താണ് ഞാൻ പിടിക്കാൻ പോകുന്നത്. നോക്കിക്കോണേ, നിങ്ങൾ തന്നെ നോക്ക്. എൻ്റെ കൈ പിടിക്കാൻ പറ്റത്തില്ല. കണ്ടോ എത്രയും പിന്നെയും ബാക്കി കിടക്കുന്നുണ്ടാ. എൻ്റെ കൈ പിടിക്കാൻ പറ്റുന്നില്ല. ഇത് പാതിയായില്ല, ഒരു 1/4 ഭാഗം കഴിഞ്ഞുള്ള സ്ഥലമാണ്. ഇത് താഴോട്ട് ഇനിയും വണ്ണമാണ്. ഈ ചെടി ഇപ്പം 3 നാൾ പൊക്കമുണ്ട്. 3 നാൾ പൊക്കം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എത്രത്തോളം ഹൈറ്റാണ്. അപ്പം ഞാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗമേ വരുന്നുള്ളൂ. അതിൻ്റെ അത്രയും പിന്നെ മേലെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഭയങ്കര അതിശയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു സൂര്യകാന്തി ചെടി ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. അത് പെടരാതിരിക്കാൻ ഞാൻ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എല്ലാം കമ്പി വലിച്ചു കെട്ടിയിരിക്കുക. കാര്യം കയർ പൊട്ടിപ്പോവും. അത്രയും ബലമാണ്. അതിൻ്റെ ഇല കണ്ടോ എത്ര വലിപ്പമുണ്ട് കാണുന്നുണ്ടോ. നമ്മുടെ വട്ടയിലേക്കാട്ടിലും വരില്ല. വട്ടയിലയും കൂടി എനിക്കൊന്ന് ഇതിലും ചെറുതാണ്. അതിനെക്കാട്ടി വലിയ വലിപ്പമാണ് ഈ ഇലയ്ക്ക് കേട്ടോ. അതുകൊണ്ടോ ഇത്രയും ഞാൻ കയർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കമ്പിയിലും വേലിയിലും ഒക്കെ കെട്ടി വെച്ചിരിക്കുക കേട്ടോ. എന്നാലേ പോകാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അപ്പോഴേ ഇത് പടന്ന് വീണ് പോയേനും. എത്ര ഇടത്തോട്ടാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത് അറിയാമോ. രാക്ഷസ ചെടി, രാക്ഷസ ചെടിയെന്നേ പറയാനൊക്കത്തില്ല, മരമെന്ന് തന്നെ പറയണം. എൻ്റെ അമ്മോ 3 നാൾ പൊക്കം ഒന്ന് മേലോട്ട് പോകും. അത് ഏതായാലും പൂ കണ്ടിയാ കേട്ടോ. ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ടാണ് എടുക്കുന്നത്. കണ്ടാണേ ഹൈറ്റ് കണ്ടാണേ എത്രയും മേലോട്ട് പോകുന്നുണ്ടെന്ന്. പൂ കണ്ടോ എന്തൊരു വലിപ്പം നോക്ക്. നമുക്കത് നല്ല കാണാൻ പറ്റുന്നില്ല. അത് അപ്പുറത്തോട്ടാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ. അപ്പുറത്തെ വീട്ടുകാരുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അവർക്ക് നല്ല സൂപ്പറായി കാണാൻ പറ്റും. അത്രയും വലിപ്പമുണ്ട്. എനിക്ക് അതിൻ്റെ ഫുള്ള് ഇതൊന്ന് കാണാൻ, റൗണ്ട് കാണാൻ ഒരു 3 ചപ്പാത്തി 3.5 ചപ്പാത്തിയുടെ വലിപ്പമുണ്ട് ഒരു പൂവിന്. അത് കാണാൻ പറ്റുന്നില്ലല്ലോ, എന്ത് ചെയ്യാനാ. അവരുടെ സൈഡിലോട്ട് അങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുക. അത് ശരി, ഇതാണ് മക്കളുടെ ഇന്നത്തെ വീഡിയോ.